അങ്ങനെ ഇന്ന് എന്തായാലും നമ്മൾ പരിശോധിക്കുന്ന ടീം MS ധോണി എന്ന തലയുടെ ടീം. നമ്മൾക്കറിയത്തില്ലായിരുന്നു ഈ വർഷം 2025 MS ധോണി കളിക്കുമോ എന്നുള്ളത്. എന്നാൽ ടീം മാനേജ്മെൻ്റ് അതിയായ പ്രഷർ മൂലം, സമ്മർദ്ദം മൂലം എന്തായാലും MS ധോണി സമ്മതം അറിയിച്ചു. ആ ഒരു മെൻറ്ററായിട്ടോ കോച്ചായിട്ടൊക്കെയാണ് നമ്മൾ കരുതിയത്. എന്നാൽ 2025 ഒരു പ്ലെയറായിട്ട് MS ധോണി ഉണ്ടാകും. ഏകദേശം മാനേജ്മെൻറ്റ് നോക്കുന്നത് 4-5 ഓവർ MS ധോണി കളിക്കുക എന്ന ഒരു ബെനഫിറ്റ്സ് ആണ് അവർ മാനേജ്മെൻറ്റ് നോക്കുന്നത്. പിന്നെ സീനിയറും ജൂനിയറുമായിട്ടുള്ള പ്ലേയേഴ്സിന് കിട്ടുന്ന ഒരു ബൂസ്റ്റും എനർജിയും അവർക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസും ഒക്കെയാണ് മെയിനായിട്ട് അവരുടെ ടീം മാനേജ്മെൻറ്റ് MS ധോണിയെ പിന്നെയും ഒരു പ്ലെയറായിട്ട് തന്നെ കളിപ്പിക്കാനുള്ള കാരണം. ഏകദേശം 2024 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 161 റൺസ് MS ധോണിക്ക് നേടാൻ കഴിഞ്ഞു. MS ധോണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും ഒരു 40 വയസ്സുള്ള ഒരു ധോണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ടുള്ള വലിയൊരു പവർ ഹിറ്റിംഗ് പെർഫോമൻസ് ഒന്നും ആവശ്യപ്പെടാനോ ഡിമാൻഡ് ചെയ്യാനോ കഴിയത്തില്ല. കാരണം ആ ഒരു ഏജ് ഒരു ഫാക്ടർ തന്നെയാണ് ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ചിടത്തോളം. ഒരു 35-36 വയസ്സൊക്കെ കഴിയും തോറും കണ്ണിൻ്റെ കാഴ്ച കുറയും. അത് നമ്മളത് പെർഫോമൻസിനെയൊക്കെ ബാധിക്കുകയൊക്കെ ചെയ്യും. എന്തായാലും ആ ഒരു ഫാക്ടർ ധോണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേര്, ആ ഒരു വ്യക്തിത്വം ടീമിന് വലിയ ഒരു എനർജി തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ പുതിയ ക്യാപ്റ്റൻ കഴിഞ്ഞ സീസണിലും ടീമിന് വേണ്ടി കളിച്ചു ഗൈക്വാഡും കോൺവേയും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ്, കഴിഞ്ഞ പ്രാവശ്യം ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 21.42 ഉള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് അവരുടെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസിനെ ബാധിച്ചു. 5ാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ വർഷം അവർ തള്ളപ്പെട്ടു, അവർ പുറത്തായി. എന്നാൽ 2023 അഹമ്മദാബാദിൽ ചെന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തി കിരീടം ചൂടിയ ടീമാണ്. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. പുതിയ ക്യാപ്റ്റനിലേക്ക് അവർ മാറുന്നു. ക്യാപ്റ്റനും കോൺവേയ്ക്കും വേണ്ടത്ര നല്ലൊരു പെർഫോമൻസ് ബാറ്റ് കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയണം. എന്നാൽ ഋതുരാജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നല്ല ഒരു ടാലൻ്റായ പ്ലെയറാണ്. കഴിഞ്ഞ വർഷത്തെ സീസണിൽ എന്തായാലും ക്യാപ്റ്റൻസിയിൽ ഏകദേശം ഭേദപ്പെട്ട ഒരു റോള് പുള്ളിക്ക് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാവരെയും ടീമിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ആവശ്യഘട്ടങ്ങളിൽ ധോണിയിൽ നിന്ന് അഡ്വൈസും കാര്യങ്ങളൊക്കെ എടുക്കാനും രവീന്ദ്ര ജഡേജയെ കൂട്ടുള്ള സീനിയേഴ്സ് പ്ലേയേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യാനൊക്കെ പുള്ളിക്കായി. ഈ വർഷങ്ങൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടി കൂടുതൽ നല്ലൊരു പെർഫോമൻസ് ഋതുരാജ് ഗൈക്വാഡിന് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേ പെർഫോമൻസ് ആയിരിക്കും ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരുവാനുള്ള ചാൻസിനെ നിർണ്ണയിക്കുക. പിന്നെ നമ്മളവിടെ നോക്കുമ്പോഴത്തേന് ചെന്നൈയെ സംബന്ധിച്ചോളം എപ്പോഴും ഒരു സ്പിൻ ഫ്രണ്ട്ലി വിക്കറ്റാണ് കൂടുതലായിട്ടും. അതിനനുസരിച്ച് ഒരു ചെരുവായിട്ട് തന്നെയാണ് എപ്പോഴും ചെന്നൈ ഇറങ്ങാറുള്ളത്. അവരുടെ ലോക്കൽ ബോയ് ആയ അശ്വിനും രവീന്ദ്ര ജഡേജയും നൂർ അഹമ്മദും വേണമെങ്കിൽ ഉപയോഗിക്കാനായ ഓൾറൗണ്ടറായ രച്ചിൻ രവീന്ദ്രയും സ്പിൻ ഓപ്ഷനിൽ ഏകദേശം ഉണ്ടെന്ന് തന്നെ പറയണം. ഈ ബോളർമാർ എപ്പോഴും ചെന്നൈക്ക് വേണ്ടി അശ്വിനായാലും ജഡേജ ആയാലും എല്ലാം എപ്പോഴും നല്ലൊരു പെർഫോമൻസ് ടീമിന് വേണ്ടി കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴും ആ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു നിർണായക ഘടകം തന്നെയായിരുന്നു. അതിനനുസരിച്ചുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ പ്രാവശ്യം നൂർ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു സ്പിന്നറും ആ ടീമിനൊപ്പം ഉണ്ട്. ബാക്കിയുള്ള അശ്വിനായാലും രവീന്ദ്രയ്ക്കായാലും രച്ചിൻ രവീന്ദ്രയ്ക്കായാലും ജഡേജയ്ക്കായാലും ഒരു നല്ല പെർഫോമൻസ് ടീമിന് വേണ്ടി കാഴ്ചവെക്കാൻ കഴിയും. പിന്നെ ഫാസ്റ്റ് ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബോളറായ ഖലീൽ അഹമ്മദ് ഉണ്ട്, പത്തിരാണയുണ്ട്, ഓർട്ടൺ ഉണ്ട്, എലീസ് ഉണ്ട്, സാം കരനുണ്ട്. സാം കരനെ സംബന്ധിച്ചുള്ള ഒരു ഓൾറൗണ്ടറാണ്. ഒരു ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും ഒരു നല്ലൊരു പെർഫോമൻസ് ഖലീൽ അഹമ്മദിനോട് ചേർന്ന് ഒരു ഓപ്പണിംഗ് ബോളിംഗ് കാഴ്ചവെക്കാനും ഈ ഡിപ്പാർട്ട്മെൻ്റ് ആവും. പ്രത്യേകിച്ച് ചെന്നൈയുടെ പുറത്തുള്ള പിച്ചുകളിൽ ഈ ഫാസ്റ്റ് ബോളർമാർക്ക് എന്തായാലും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ കഴിയും. ഇന്ത്യൻ സാഹചര്യത്തിനനുസരിച്ചുള്ള നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്, നല്ലൊരു പിക്കപ്പ് തന്നെയാണ് സ്പിന്നായാലും ഫാസ്റ്റ് ബോളറായാലും അവരെ സംബന്ധിച്ചിടത്തോളം. ഇനി നമുക്ക് അവരുടെ ടീം 11 ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കോൺവേ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു സീരീസ് ഒന്നും അല്ലായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിലായാലും രച്ചിൻ രവീന്ദ്രയുടെ പഴുക്ക് കാരണം ഒരു 2 മത്സരം കളിച്ചു എന്നാൽ വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും അതിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അതെല്ലാം മാറി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. നമുക്കറിയാം നല്ലൊരു അഗ്രസീവ് ക്രിക്കറ്ററാണ്. എന്തുകൊണ്ടും ഓപ്പണിംഗ് പൊസിഷന് പറ്റിയൊരു പ്ലെയറാണ്. അത് നല്ലൊരു സീരീസ് കളിക്കാൻ കോൺവേക്ക് ആവട്ടെ. പിന്നെ നോക്കുമ്പോൾ ഋതുരാജ് ഗൈക്വാഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി വരേണ്ടതായിട്ടൊരു സാഹചര്യമുണ്ട്. BGTയിൽ ടീമിൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കുമായിരുന്നെങ്കിൽ ഋതുരാജിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു പറയണം. ഓസ്ട്രേലിയൻ കണ്ടീഷനിൽ അധികം തിളങ്ങാനൊന്നും കഴിഞ്ഞില്ല. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഉള്ള ആ ഒരു പെർഫോമൻസ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലോട്ട് വരുമ്പോഴത്തേന്
ഋതുരാജ് ഗൈക്വാഡിനെ കാണാതെ പോകുന്നുണ്ട്. എന്നാൽ അതെല്ലാം മാറി ഒരു നല്ലൊരു പെർഫോമൻസ് ഈ പ്രാവശ്യം കാഴ്ചവെക്കാൻ ഗൈക്വാഡിനും ആവട്ടെ. പിന്നെ നോക്കുമ്പോൾ രാഹുൽ ത്രിപാഠിയെ സംബന്ധിച്ച് നമുക്കറിയാം നല്ലൊരു ബാറ്റർ തന്നെയാണ്. എന്നാൽ 2024 ഫോം പരിശോധിക്കുവാണെങ്കിൽ അത്ര നല്ലൊരു ഫോമിലല്ല എന്ന് പറയുന്നത് രാഹുൽ ത്രിപാഠി. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നോക്കുമ്പോൾ ഏകദേശം ആവറേജ് നോക്കുമ്പോൾ 25 സംതിങ്ങേ ഉള്ളൂ. അതൊരു കൺസേൺ തന്നെയാണ് അവരുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം. രാഹുൽ വരുമോ അതോ രച്ചിൻ രവീന്ദ്രയ്ക്ക് ആ പൊസിഷനിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാലും ഞാൻ രാഹുൽ ത്രിപാഠിയായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ശിവൻ ദുബെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. അറിയാവുന്ന ഒരു നല്ലൊരു ഫിനിഷറാണ് ശിവൻ ദുബെ. സ്പിന്നർക്കെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശിവൻ ദുബെക്ക് എപ്പോഴും ആവാറുണ്ട്. ആ ഒരു കണ്ടിന്യൂസ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. പിന്നെ നോക്കുമ്പോൾ ദീപക് ഹുഡയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല വർഷമൊന്നുമല്ല 2024. ദീപക് ഹുഡയും രാഹുൽ ത്രിപാഠിയുടെയൊക്കെ ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 25 താഴെ മാത്രമേ ആവറേജ് ദീപക് ഹുഡയ്ക്ക് ഉള്ളൂ. പിന്നെ നോക്കുമെങ്കിൽ രവീന്ദ്ര ജഡേജ 36 വയസ്സുള്ള രവീന്ദ്ര ജഡേജ നമുക്ക് എത്രമാത്രം പെർഫോമൻസ് ബാറ്റിങ്ങിൽ നിന്ന് കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നാം ബോളിംഗ് പരിശോധിക്കുമ്പോൾ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് രവീന്ദ്ര ജഡേജ എന്ന് പറയേണ്ടിയിരിക്കും. MS ധോണി നോക്കുകയാണെങ്കിൽ MS ധോണിയെ സംബന്ധിച്ചിടത്തോളം അറിയാം, നമുക്ക് 2-3 ഓവർ പുള്ളി കളിക്കുകയാണെങ്കിൽ ആ ടീം ഒരു ഇമ്പാക്റ്റ് വലുത് തന്നെയായിരിക്കും. നല്ലൊരു പെർഫോമൻസ് ഈ ഇയറിൽ ധോണിക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ പരിശോധിക്കുമ്പോൾ സാം കറിനെ സംബന്ധിച്ചിടത്തോളം ബോളിംഗ് ഓപ്പൺ ചെയ്യാനും ഭേദപ്പെട്ട ഒരു ബാറ്റിംഗ് കാഴ്ചവെക്കാനും കഴിയും. പ്രത്യേകിച്ച് ഇവിടെ പരിശോധിക്കുമ്പോൾ ബോളിങ്ങിൽ കൺസേൺ ഒന്നും ഇല്ല, എന്നാൽ ബാറ്റിങ്ങിൽ ഒരു സ്ട്രെങ്ത് കുറവുണ്ടോ എന്നുള്ളൊരു കാര്യത്തിലാണ് സംശയം. എല്ലാം ഏജ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്. കോൺവേ നോക്കുവാണെങ്കിലും രവീന്ദ്രനെ നോക്കുവാണെങ്കിലും MS ധോണിയെ സംബന്ധിച്ചിടത്തോളം ഏജ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഏകദേശം ഋതുരാജ്, രാഹുൽ, ശിവൻ ദുബെ, ദീപക് ഹുഡ ഇവരൊക്കെ 30+ നിൽക്കുന്ന പ്ലെയേഴ്സാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അശ്വിൻ നമുക്കറിയാം, ബോൾ കൊണ്ടായാലും ബാറ്റ് കൊണ്ടായാലും ഭേദപ്പെട്ട ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിയും. ഖലീൽ അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ബോളിൽ നല്ലൊരു തുടക്കം തുടങ്ങാൻ ഖലീൽ അഹമ്മദിന് എപ്പോഴും ആവാറുണ്ട്. വലിയ സ്വിങ്ങൊന്നും ബോളിൽ കിട്ടാറില്ല, എന്നാൽ സ്പീഡ് കൊണ്ട് എന്തായാലും പുള്ളി ഒരു IPL പ്ലെയറാണ്. നല്ലൊരു പെർഫോമൻസ് സ്പീഡ് കൊണ്ട് പുള്ളിക്ക് കാഴ്ചവെക്കാൻ കഴിയാറുണ്ട്. പിന്നെ ബത്രാനെ സംബന്ധിച്ചിടത്തോളം ഒരു മിഡിൽ ഓവറിൽ എന്തുകൊണ്ടും ടീമിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ്. എപ്പോഴും ആ ഒരു ഇമ്പാക്റ്റ് ടീമിന് കിട്ടിയിട്ടുമുണ്ട്. പുള്ളിയെ കളിക്കാൻ പല ബാറ്റ്സ്മാൻമാരും പ്രയാസപ്പെടുന്നതായിട്ട് മിഡിൽ ഓവറിൽ, പ്രത്യേകിച്ച് ഡെഡ് ഓവറൊക്കെ വരുമ്പോഴത്തേന് പ്രയാസപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ബത്രാനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നൂർ അഹമ്മദിനെ സംബന്ധിച്ചുള്ള ഒരു നല്ലൊരു മിസ്റ്ററി സ്പിന്നറാണ്. പ്രത്യേകിച്ച് ചെന്നൈയുടെ സാഹചര്യത്തിനനുസരിച്ച് പുള്ളിക്ക് നല്ലൊരു പെർഫോമൻസ് എന്നാൽ ഈ വർഷം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതലായും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഋതുരാജ് ഗൈക്വാഡിൽ നിന്ന് നല്ലൊരു ഇന്നിങ്സ് കൊണ്ടുവന്ന് പിന്നെയും ടീമിനെ അടുത്ത ഒരു കിരീടം കൂടെ നേടിക്കൊടുക്കാൻ ഋതുരാജ് ഗൈക്വാഡിനാകട്ടെ. എന്നാലും ഒരു ബോളിങ്ങിൽ വലിയ കൺസേൺ ഒന്നുമില്ല, എന്നാൽ ബാറ്റിങ്ങിൽ ചില കൺസേൺ ഒക്കെ ഉണ്ട്. എന്നാൽ ഫസ്റ്റ് പെർഫോമൻസ് കാണുമ്പോൾ നമുക്കറിയാം ടീമിന് എത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട്, എവിടെ വരെ ചെല്ലാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ.